ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസിനെസ്സിനെ എങ്ങനെ സ്ട്രാറ്റജിക്കലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് അതിന്റെ രണ്ടാമത്തെ പാർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി അവന്റെ എല്ലാ ഓഫീസ് മീറ്റിംഗിലും അവൻ ഉറങ്ങുമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെ അവന്റെ ബോസ് അവനെ തല്ലിക്കൊല്ലും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തി. പക്ഷേ ഇവിടെ അവൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉറങ്ങാൻ തോന്നുന്നുണ്ട്. അതിന് മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് വളരെ ദൈർഘ്യമേറിയതായിരുന്നു. സോ അവന് കിട്ടിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് ഇത്രയും ദൈർഘ്യമേറിയതാവേണ്ട കാര്യമില്ല, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് എങ്ങനെ തീർക്കാം എന്നുള്ളത് അവൻ ചിന്തിച്ചു. അവൻ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കടമ്പയൊന്നുമല്ല. സോ അവൻ അങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തപ്പോ എല്ലാവർക്കും അതൊരു സൊല്യൂഷനായി മാറി. അത് കാരണം തന്നെ അവൻ ഡെവലപ്പ് ചെയ്ത ആപ്പിന് വളരെയധികം സ്വീകാര്യത ലഭിച്ചു. അവൻ അതുവഴി റിച്ച് ആവുകയും ചെയ്തു. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയോ ഒന്നുമല്ല. ലൈക്ക് ഇവിടെ രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒബ്സർവേഷൻ സ്കില്ലും പിന്നെ ആൾക്കാരുടെ പെയിൻ പോയിന്റ് കണ്ടെത്തുക എന്നുള്ള രണ്ടാമത്തെ ഒരു സ്കില്ല്. സോ ഇവിടെ ഈ രണ്ട് സ്കില്ലും അവനെ റിച്ച് ആക്കി എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴും ഓർക്കുക, അവൻ ഇപ്പോഴും ഒരു മടിയനാണ്. ഈ ലേസിനെസ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സ്മാർട്ടായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള പല സൊല്യൂഷൻസും കിട്ടും. നിങ്ങളുടെ ചുറ്റുപാടും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൾക്കാരുടെ എവിടെയാണ് ആളുകളുടെ പെയിൻ പോയിന്റ് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ പല മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ പറ്റും. സോ നമുക്ക് ഇനിയും ലേസിനെസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഐഡിയ തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് ചെയ്ത് സക്സസ് ആയിട്ടുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം. സോ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.